DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനാവശ്യമായ ഒരു പ്രധാന രേഖയാണ് പാൻ കാർഡ്. ഭൂരിഭാഗം പേർക്കും ഇന്ന് പാൻ കാർഡ് ഉണ്ട്. അത്തരത്തിൽ പാൻ കാർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഇന്ത്യയിൽ ഏതൊരു പൗരന്റെയും സാമ്പത്തിക രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ കാർഡ്. ആദായ നികുതി വകുപ്പാണ് ഈ പാൻ കാർഡ് നൽകുന്നത്. ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനും നികുതി അടയ്ക്കുന്നതിനും തുടങ്ങിയ വിവിധ സാമ്പത്തിക കാര്യങ്ങൾക്ക് പാൻ കാർഡ് ആവശ്യമാണ്. നികുതിദായകരുടെ ഉൾപ്പെടെ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതിനാണ് ആദായ നികുതി വകുപ്പ് പാൻ കാർഡ് അവതരിപ്പിച്ചത്. ഒരു സീരിയൽ നമ്പറിൽ ഒരു കാർഡ് മാത്രമേ രാജ്യത്തുണ്ടാകൂ. നികുതി സംബന്ധമായ എല്ലാ വിവരങ്ങളും ഈ പാൻ കാർഡ് വഴി ആദായ നികുതി വകുപ്പിന് എളുപ്പത്തിൽ പരിശോധിക്കുവാനും നികുതി വെട്ടിപ്പുകൾ തടയാനും സാധിക്കും. പാൻ കാർഡ് ഏതൊക്കെ കാര്യങ്ങൾക്ക് നിർബന്ധമാണെന്ന് പലർക്കും ഇന്നും അറിയില്ല. 50,000 രൂപയ്ക്ക് മുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ ബാങ്കിൽ പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടി വരും. മാത്രമല്ല 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡ്രാഫ്റ്റ് നിക്ഷേപിക്കുമ്പോഴും പാൻ കാർഡ് നിർബന്ധമാണ്. ക്രെഡിറ്റ് കാർഡിനോ മ്യൂച്വൽ ഫണ്ട് പോലുള്ള നിക്ഷേപ പദ്ധതികൾക്കോ അപേക്ഷിക്കുമ്പോഴും പാൻ കാർഡ് ആവശ്യമാണ്. 1 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ആസ്തികളുടെ ഇടപാട് നടത്തുമ്പോഴും 5 ലക്ഷത്തിൽ കൂടുതൽ മൂല്യമുള്ള സ്ഥലം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴും മോട്ടോർ വാഹനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴുമൊക്കെ പാൻ കാർഡ് ആവശ്യമാണ്. 25,000 രൂപയ്ക്ക് മുകളിലുള്ള വിദേശയാത്ര നടത്തുമ്പോഴും പാൻ കാർഡ് വിവരങ്ങൾ ആവശ്യമാണ്. പാൻ കാർഡുകൾ വിവിധ തരത്തിലുണ്ട്. അതായത് ഓരോ വ്യക്തികൾക്കും നൽകുന്ന സാധാരണ പാൻ കാർഡുകൾ, രാജ്യത്തുള്ള കമ്പനികൾക്ക് പ്രത്യേകമായി നൽകുന്ന പാൻ കാർഡുകൾ, വിദേശ പൗരന്മാർക്കും വിദേശ കമ്പനികൾക്കും നൽകുന്ന പാൻ കാർഡുകൾ എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാൻ കാർഡുകൾ. ഒരു വ്യക്തിക്ക് പാൻ കാർഡ് ആജീവനാന്തം ഉപയോഗിക്കാൻ നൽകുന്നതാണ്. അതായത് അത് പുതുക്കേണ്ട ആവശ്യമില്ല. ഒരു പാൻ കാർഡ് റദ്ദാകുന്നത് ആ പാൻ കാർഡ് ഉടമയുടെ മരണത്തോടെയായിരിക്കും. അതായത് ഒരിക്കൽ പാൻ കാർഡ് ഇഷ്യൂ ചെയ്താൽ ആ വ്യക്തിക്ക് ജീവിതകാലം മുഴുവൻ ആ പാൻ കാർഡ് മാത്രം മതി. അതിനാൽ തന്നെ പാൻ കാർഡുകൾ കാലഹരണപ്പെടുന്നതിനെക്കുറിച്ചുള്ള സന്ദേശങ്ങളോ കോളുകളോ വരുമ്പോൾ സൂക്ഷിക്കുക. അത്തരം തട്ടിപ്പുകൾ രാജ്യത്ത് വ്യാപിച്ചു വരുന്നുണ്ട്. അതിനാൽ ഇത്തരത്തിൽ തട്ടിപ്പ് കോളുകളോ മെസ്സേജുകളോ വരുമ്പോൾ പാൻ കാർഡ് വിവരങ്ങൾ കൈമാറാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഒരു പാൻ കാർഡ് ഉടമയുടെ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള 10 അക്ക ആൽഫ ന്യൂമറിക് നമ്പറും ഉടമയുടെ ഒപ്പ്, ഫോട്ടോ, വിലാസം തുടങ്ങിയവ പാൻ കാർഡിൽ ഉള്ളതിനാൽ തട്ടിപ്പ് ഇത് ഉപയോഗിച്ച് തട്ടിപ്പുകൾ നടത്തുവാൻ സാധിക്കും. അതിനാൽ ഇക്കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആദായ നികുതി നിയമപ്രകാരം ഒരാൾക്ക് ഒരു പാൻ കാർഡ് മാത്രമേ കൈവശം വയ്ക്കുവാൻ അനുവാദമുള്ളൂ. നിങ്ങളുടെ പേരിൽ ഒരു പാൻ കാർഡ് നിലവിലുണ്ടെങ്കിൽ വീണ്ടും പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കുവാനുള്ള അർഹതയില്ല. അങ്ങനെ ചെയ്താൽ നിയമലംഘനമാണ്. ആരെങ്കിലും അറിയാതെയൊക്കെ 2 പാൻ കാർഡുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊന്ന് സറണ്ടർ ചെയ്യേണ്ടതാണ്. ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ NSDL പോർട്ടലിൽ പോയി പാൻ കാർഡിനായി ഓൺലൈനായി അപേക്ഷിക്കുക എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ തരം തിരഞ്ഞെടുത്ത് നിലവിലുള്ള പാൻ കാർഡിലെ ഡാറ്റയിലെ തിരുത്തൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് പാൻ റദ്ദാക്കൽ ഫോം സ്ക്രീനിൽ വരും. അതിൽ ആവശ്യമായ വിശദാംശങ്ങൾ നൽകി ഇരട്ട പാൻ കാർഡ് ഉള്ളവർ അതിൽ സറണ്ടർ ചെയ്യാൻ പോകുന്ന പാൻ കാർഡ് വിവരങ്ങൾ നൽകി സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഓൺലൈൻ പേയ്മെന്റ് നടത്തി ഭാവിയിലെ ആവശ്യങ്ങൾക്കായി ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ടെങ്കിൽ ആദായ നികുതി നിയമത്തിന്റെ ലംഘനമായി കണക്കാക്കുന്നതിനാൽ പിഴയും നിയമ നടപടികളും നേരിടേണ്ടി വന്നേക്കാം. ഇനി പാൻ കാർഡിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ ആഗ്രഹിക്കുന്നവർ നാഷണൽ ഡിപ്പോസിറ്ററി ലിമിറ്റിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡിന്റെ വെബ്സൈറ്റ് വഴിയും UTISL പോർട്ടൽ മുഖേനയും പാൻ കാർഡിൽ മാറ്റങ്ങൾ വരുത്താനാവുന്നതാണ്. ഇനി രക്ഷിതാക്കൾ കുട്ടികളുടെ പേരിൽ നിക്ഷേപം നടത്തുമ്പോൾ കുട്ടിയുടെ പേരിൽ പാൻ കാർഡ് ഉണ്ടാകണം. മാത്രമല്ല നിങ്ങളുടെ പേരിലുള്ള നിക്ഷേപത്തിൽ കുട്ടിയെ നോമിനിയാക്കണമെങ്കിലും കുട്ടിക്ക് പാൻ കാർഡ് എടുക്കണം. പ്രായപൂർത്തിയാകാത്തവർക്ക് വരുമാന സ്രോതസ്സുണ്ടെങ്കിലും പാൻ കാർഡ് വേണം. ഈ സാഹചര്യങ്ങളിലാണ് കുട്ടികൾക്ക് പാൻ കാർഡുകൾ ആവശ്യമായി വരുന്നത്. പാൻ കാർഡിന്റെ പുതിയ പതിപ്പും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. പാൻ കാർഡിന്റെ പുതിയ പതിപ്പ് അറിയപ്പെടുന്നത് പാൻ 2.0 കാർഡ് എന്നാണ്. പാൻ കാർഡ് 2.0യിൽ അധിക സുരക്ഷയും കൂടാതെ ഒരു QR കോഡും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പുതിയ കാർഡ് പ്രിന്റ് ചെയ്തെടുക്കുവാൻ ചിലവേറി വരിക 50 രൂപയാണ്. പുതിയ കാർഡ് പ്രിന്റ് ചെയ്തെടുക്കുവാൻ ചിലവിടേണ്ടി വരിക 50 രൂപയാണ്. പലതരത്തിലുള്ള ഗവൺമെന്റ് സേവനങ്ങൾക്കും ഡിജിറ്റൽ രേഖ എന്ന നിലയിലും ഉപയോഗിക്കാവുന്ന ഒരു രേഖയായിട്ടാണ് പാൻ 2.0 കാർഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. QR കോഡ് ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് വെരിഫിക്കേഷൻ നടത്തുവാനും സാധിക്കും. നിലവിൽ പാൻ കാർഡ് ഉള്ളവർക്ക് അംഗീകൃത സേവന ദാതാക്കൾ വഴി പാൻ 2.0 കാർഡ് റീപ്രിന്റ് ചെയ്തെടുക്കാം. പുതിയ കാർഡിൽ QR കോഡ് ഉണ്ടായിരിക്കും. ഇതിന്റെ ഡിജിറ്റൽ കോപ്പി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിലിലേക്കും ലഭിക്കും. പാൻ കാർഡുമായി ബന്ധപ്പെട്ട ഈ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.